ഇന്നത്തെ അനുമോളുടെയും ജിസേലിൻ്റെയും വഴക്കിന് ശേഷം അനുമോള് പോയിരുന്ന് കരയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അനുമോള് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യമുണ്ട്. ജിസേലിനെ കൊല്ലും, താൻ പുറത്തു പോയാൽ തനിക്ക് നെഗറ്റീവ് ആണെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യും, ഞാൻ ജീവിക്കില്ല, ജീവിക്കാൻ അനുവദിക്കില്ല, ഇങ്ങനത്തെയൊക്കെ കുറേ ഡയലോഗ്സ് നമ്മുടെ അനുമോള് പറയുന്നുണ്ടായിരുന്നു. ഇത് ബിഗ് ബോസിൻ്റെ റൂൾ പ്രകാരം വളരെയധികം തെറ്റാണ്. അത് റൂൾ ബ്രേക്ക് തന്നെയാണ്. ആരെ കൊല്ലുക എന്ന് പറയുന്നതും പിന്നെ അടിക്കും എന്ന് പറയുന്നതും അടിക്കുന്നതും ഇതുപോലെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതും ഒക്കെ റൂൾ ബ്രേക്കിംഗ് തന്നെയാണ്. ഇതിപ്പോൾ നേരിട്ട് നമ്മുടെ ജിസേലിനോട് പറഞ്ഞില്ലെങ്കിലും അനുമോട് പറഞ്ഞ കാര്യമാണ്. അത് എപ്പിസോഡിൽ നല്ല രീതിയിൽ എടുത്തു കാണിക്കുന്നുണ്ട്. ഞാൻ വേറൊരു കാര്യം കൊണ്ട് പ്രതീക്ഷിച്ചു. അതായത് അനുമോളും നമ്മുടെ ശൈത്യയും ആദില നൂറയും കൂടെ ഈ ഒരു പ്രശ്നമൊക്കെ നടക്കുന്നതിന് മുമ്പ് ഇവരെല്ലാണ്ട് മാറിയിരുന്ന് എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇരട്ടപ്പേരൊക്കെ ഇടുന്നുണ്ട്. എന്നിട്ട് ആ പേരിൽ ഇങ്ങനെ ഉള്ള രീതിയിൽ പറയുന്നുണ്ട്. പിരിവ് കനക്കുന്നു, ഭയങ്കര കോഡ് ഭാഷയിൽ. അപ്പോൾ ബിഗ് ബോസ് ഇടപെട്ടുകൊണ്ട് പറയുന്ന കാര്യം വ്യക്തമായി പറയണമെന്ന് പറയുന്നുണ്ട്. അതിനെനിക്ക് തോന്നുന്നില്ല എപ്പിസോഡിലാകുമ്പോൾ കുറച്ചും കൂടെ ക്ലിയറായിട്ട് കാണിക്കുമെന്ന്. പക്ഷേ എപ്പിസോഡിൽ എനിക്ക് അത്ര ക്ലിയറായിട്ട് മനസ്സിലായില്ല. എന്തായാലും ജിസേലിനെയും ശരത്തിനെയും അക്ബറിനെയൊക്കെ കുറിച്ചാണെന്ന് മാത്രം മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അനുമോളും പലതരത്തിലും അവിടെ റൂൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. അതായത് ഇതേപോലെ നോമിനേഷൻ പറയുക, മൈക്ക് പൊത്തിപ്പിടിച്ച് സംസാരിക്കുക, മൈക്ക് ഊരി വെക്കുക, അതുപോലത്തെ പല കാര്യങ്ങളും അനുമോൾ ചെയ്തിരിക്കുന്നു. പിന്നെ ജിസേലും അനുമോളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ജിസേലിന് ബിഗ് ബോസ് പല തരത്തിലെ വാണിംഗ് കൊടുത്തു, ലാലേട്ടനും വാണിംഗ് കൊടുത്തു. എന്നിട്ടും ജിസേൽ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. അനുമോള് പല തെറ്റുകൾ പല തരത്തിലായിട്ട് ചെയ്യുന്നു. ഉറങ്ങുക, ഈ ആഴ്ച തന്നെ 3 പ്രാവശ്യം ഉറങ്ങി പോയിന്റ് കളഞ്ഞു. ഇതുപോലെ മൈക്ക് പൊത്തി സംസാരിക്കുക, നോമിനേഷൻ വിളിച്ച് പറയുക, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, ഇതൊക്കെയും പല തരത്തിലുള്ള റൂൾ ബ്രേക്കിംഗ് തന്നെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ടുപേരും ഈക്വലായിട്ട് റൂൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ കൂടുതൽ ജിസേലാണെന്ന് തന്നെ പറയാം. കാര്യം ജിസേൽ ലാലേട്ടിന് പോലും ഒരു വില കൊടുത്തില്ല എന്നൊരു കാരണത്തോൾ മാത്രം. പക്ഷേ ഗെയിം വെച്ച് നോക്കുമ്പോൾ രണ്ടുപേരിൽ ആരാണ് സ്ട്രോങ് എന്ന് നോക്കിയാൽ പൂർണ്ണമായിട്ടും പറയാൻ കഴിയും അത് ജിസേൽ തന്നെയാണ്. കാര്യം ഇത്രയൊക്കെ പ്രശ്നമുണ്ടായിട്ടും സ്ട്രോങ് ആയിട്ട് തൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് സ്ഥാപിക്കാനാണ് അവിടെ ജിസേൽ ശ്രമിക്കുന്നത്. അതൊരു പക്ഷേ ബിഗ് ബോസിൽ മുമ്പും പോയിട്ടുണ്ട്, പലവിധ ഷോയിലും മുമ്പ് ജിസേൽ പോയിട്ടുണ്ട്. പിന്നീട് ജീവിതത്തിൽ നിന്ന് കിട്ടിയ ഒരു സ്ട്രോങ് ആയിരിക്കാം. കാരണം ജിസേൽ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കാനും എല്ലാവരും മുന്നിൽ നല്ല രീതിയിൽ സ്ട്രോങ് ആണ് എന്ന് തെളിയിക്കാനും ആഗ്രഹിക്കുന്ന ഒരു ലേഡിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ജിസേലിൻ്റെ പല സ്റ്റോറികളും ഞാൻ നോക്കിയപ്പോൾ ജിസേൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. അനുവിനെ സംബന്ധിച്ച് നോക്കിയാൽ അനു എല്ലാവരും മുന്നിൽ ഞാനൊരു പാവമാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ പെട്ടെന്ന് കരയും, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇമേജ് ഒരു എന്താ പറയുക നിലനിർത്തി പോകുന്നൊരു വ്യക്തിയാണ്. അത് സ്റ്റാർ മാജിക്കിലാണെങ്കിലും മറ്റ് പല ഷോയിലാണെങ്കിലും അങ്ങനെ ഭയങ്കര തൊട്ടാവാടിയായിട്ട് അഭിനയിക്കാനാണ് കൂടുതലും അനുമോൾക്ക് ആഗ്രഹം. അപ്പോൾ അങ്ങനെ കാണിക്കാൻ തന്നെയാണ് അനുമോൾക്കും ആഗ്രഹം കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ പുറത്ത് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ അനുമോളെ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അതാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത്. ഈ ഒരു കാര്യം അനുമോൾ തന്നെ ഒരു 3-4 ദിവസം മുന്നേ ശൈത്യോട് പറയുന്നുണ്ട്. ഞാൻ ഡ്രസ്സ് ഇപ്പോൾ ജിസേലിൻ്റെ പോലെ ഡ്രസ്സുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ ഇടാറുമുണ്ട്. പക്ഷേ ഈ ഷോയിൽ വന്നിട്ടാൽ എനിക്ക് പുറത്ത് നെഗറ്റീവ് ആകും. കാര്യം കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു പ്രോഗ്രാമാണെന്ന്. അപ്പോൾ ജിസേലും അനുമോളും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത്, പുറത്ത് നെഗറ്റീവോ പോസിറ്റീവോ എന്തുവാണെങ്കിലും ഞാൻ സ്ട്രോങ് ആയിട്ട് ഗെയിം കളിക്കും എന്ന് ഒരാളാണ് ജിസേൽ. പക്ഷേ പുറത്ത് എനിക്ക് നെഗറ്റീവ് ആകാനേ പാടില്ല. എനിക്കിപ്പോൾ ഇമേജ് തന്നെ ആയിരിക്കണം പുറത്ത്. എല്ലാവരും എന്നെ അനിത്യയായിട്ടും അവരെ മോളായിട്ടും ഒക്കെ കാണത്തില്ലേ, ആ രീതി തന്നെ ഇപ്പോഴും കാണണം. കാര്യം നമ്മുടെ സ്റ്റാർ മാജിക്കിൽ അങ്ങനെയാണല്ലോ, അനിത്യ കുട്ടിയായിട്ടും മോളായിട്ടും ഒക്കെ ആണല്ലോ അഭിനയിക്കുന്നത്. അതൊരു സ്കിറ്റ് തന്നെയാണ് കേട്ടോ. അതേ രീതിയിൽ തന്നെയാണ് പുറത്തെല്ലാവരും കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വേണം എന്നാണ് നമ്മുടെ അനുമോളുടെ ആഗ്രഹം. പുറത്ത് നെഗറ്റീവായാൽ താൻ ആത്മഹത്യ ചെയ്യും, ജിസേലിനെ കൊല്ലും, ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെയുള്ള ഡയലോഗാണ് അനുമോൾ ഇന്ന് ലൈവിലും എപ്പിസോഡിലും പറഞ്ഞിരിക്കുന്നത്. ലൈവിൽ ക്ലിയർ ആയിട്ട് കേട്ടില്ലെങ്കിലും എപ്പിസോഡിൽ പക്കായിട്ട് കേൾക്കുന്നുണ്ട്. ആ ഒരു ഭാഗം എടുത്ത് കാണിക്കുന്നുണ്ട്. ഇത് അനുമോൾക്ക് പണിയാകും. നാളെ ലാലേട്ടൻ ഇത് ചോദിക്കുകയും ചെയ്യും. കാര്യം ഇങ്ങനത്തെ വേർഡുകളൊന്നും ബിഗ് ബോസ് എന്ന ഷോയിൽ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ പുറത്ത് അനുമോൾക്ക് വേണ്ടി നല്ല രീതിയിൽ PR വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. കാര്യം നമുക്ക് ബിഗ് ബോസിൻ്റെ ഒരു പ്രൊമോ ഏഷ്യാനെറ്റിൻ്റെ ആ ഒരു യൂട്യൂബ് ചാനലിൽ കാണിക്കുകയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കുകയോ ചെയ്യുമ്പോൾ ഒരുപാട് പേര് ഒരേ മെസ്സേജ് തന്നെ പല രീതിയിലായിട്ട് ഇട്ടേക്കുന്ന കാണാം, പല വീഡിയോസിൻ്റെ അടിയിൽ ഇട്ടേക്കുന്ന കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് PR വർക്കിൻ്റെ ഭാഗമായിട്ട് തന്നെയാണെന്ന്. പിന്നെ കുറേ പേര് ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർ മാജിക് കണ്ടിട്ട് ആ ഒരു രീതിയിൽ വരുന്ന അമ്മമാരും ഒക്കെ ഉണ്ട്.
അത് നമ്മൾ എടുത്ത് പറയണം. കാര്യം ആ ഒരു രീതിയിലാണ് അനുമോളെ കാണാനാണ് എല്ലാവർക്കും ആഗ്രഹം. അങ്ങനെ നിൽക്കാൻ തന്നെയാണ് അനുമോൾ ശ്രമിക്കുന്നത്. അതായത് ചേട്ടന്മാരുടെ കുഞ്ഞുവാവയായിട്ടും അനിയത്തിയായിട്ടും ഒക്കെ. അപ്പോൾ ഇവിടെയുള്ള ആരും ആ രീതിയിൽ അനുവിനോട് നിൽക്കുന്നില്ല. മാത്രമല്ല ജിസേലിനോട് ഈ പറഞ്ഞ ആണുങ്ങളെല്ലാം കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കാണിക്കുകയും ചെയ്യുന്നു. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുതന്നെയാണ് ജിസേലിൻ്റെ ഏറ്റവും വലിയൊരു ജലസ്. അപ്പോൾ അങ്ങനെ അനുമോളോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കാണിക്കാത്തത് കൊണ്ട് തന്നെ അഭിയൊഴിച്ച് ബാക്കിയുള്ള എല്ലാവരും മൊണ്ണകൾ എന്നാണ് നമ്മുടെ അനുമോൾ പറഞ്ഞത്. അതേ മൊണ്ണകൾ എന്ന് പറഞ്ഞതിൽ ഉള്ള 2 വ്യക്തികളാണ് ഇന്ന് വന്ന് അനുമോളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. അതായത് ഷാനവാസും അനീഷും. ഇവരെല്ലാം മൊണ്ണകളെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് വന്ന് ഷാനവാസ് അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നു, അനീഷും സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരും മൊണ്ണകളാണോ? എന്തായാലും അനുമോള് നല്ല രീതിയിൽ റൂൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഒപ്പം ജിസേലും അതിനേക്കാളേറെ റൂൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. 2 പേർക്കും നാളെ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് യെല്ലോ കാർഡ് കിട്ടാനുള്ള എല്ലാ കാരണങ്ങളും തന്നെയുണ്ട്. നമുക്ക് നോക്കാൻ വേണ്ടി എന്താണ് നാളെ നടക്കാൻ പോകുന്നതെന്ന്. നിങ്ങൾക്കെന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം.